I would very much have liked to come there, but as Khanteji mentioned, I was forced to stay in Delhi today and was unable to come. ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ബഹുമാന്യനായ ഖാർഗെജി പറഞ്ഞതുപോലെ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഡൽഹിയിൽ തുടരേണ്ടി വന്നതിനാലാണ് ഇന്ന് നിങ്ങളോടൊപ്പം ചേരാൻ കഴിയാതെ പോയത്. I tend to have a very open relationship with the people of Kerala. ഏറ്റവും സ്നേഹവായ്പോടെയുള്ള ഒരു തുറന്ന ബന്ധം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ എന്ന അഭിമാനത്തോടെ പറയുന്നു. So I'd like to be open. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Yesterday my mother was hospitalized. അമ്മയ്ക്ക് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ വന്നതിന്റെ പേരിൽ അവര് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. And I as a son was quite worried about her and so decided to stay with her. എന്റെ കർത്തവ്യമാണ് എന്റെ അമ്മയോടൊപ്പം ഉണ്ടാവുക. കാരണം ഞാൻ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ആശങ്കാകുലനായിരുന്നു. And I know that the people of Kerala will understand this. അമ്മയുടെ വേദനയോടൊപ്പം നിൽക്കുന്ന മകന്റെ മുമ്പിലുള്ള കർത്തവ്യത്തെ മറ്റാരെക്കാളും നന്നായി മലയാളിക്ക് മനസ്സിലാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. Yesterday night I was sleeping in my mother's room, in the hospital room, on a little sofa. എന്റെ അമ്മ അഡ്മിറ്റായ ആശുപത്രിയിലെ മുറിയിൽ ഒരു ചെറിയ സോഫയിൽ ഞാൻ എന്റെ അമ്മയോടൊപ്പം ഉറങ്ങുകയായിരുന്നു. And like any son, I was extremely worried about my mother's health. ഏതൊരു മകനെയും പോലെ ഞാനും എന്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അതീവ തരത്തിൽ ആശങ്കാകുലനായിരുന്നു. And the whole night I was only comforted by one thing. രാത്രി മുഴുവൻ ഞാൻ സമാധാനം കണ്ടെത്തിയത് ഒരേ ഒരു കാര്യം ഓർത്തിട്ടായിരുന്നു. I was comforted by a nurse from Kerala who came in every hour to check on my mother. ആ ആശങ്ക നിറഞ്ഞിരുന്ന രാത്രിയുടെ ഓരോ മണിക്കൂറിലും എന്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി എന്തെന്നറിയാൻ അമ്മയുടെ അടുക്കലേക്കും ഞങ്ങളുടെ അടുക്കലേക്കും വന്ന ഒരു മലയാളി നേഴ്സാണ് ഇന്നലത്തെ ഒരു രാത്രി കഴിഞ്ഞുകൂട്ടാൻ ഞങ്ങൾക്ക് കരുത്തായി മാറിയത് എന്ന കാര്യത്തിന് സംശയമില്ല. Every single hour she would come, she would check my mother, she would smile, she would hold my mother's hand. ഓരോ മണിക്കൂറിലും എന്റെ അമ്മയുടെ അടുക്കലേക്ക് വന്നു എന്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് എന്റെ അമ്മയുടെ കൈകൾ സ്നേഹവായ്പയോടെ അവർ ചേർത്ത് പിടിക്കുമായിരുന്നു. And I was thinking to myself, how many sons, daughters, brothers, sisters have nurses from Kerala comforted in their difficult moments? ഞാൻ എന്നോട് തന്നെ ആലോചിക്കുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു. ഇതുപോലെ എന്നെ പോലുള്ള മക്കൾ, എന്നെ പോലുള്ള മകൾ, സഹോദരങ്ങൾ ഇങ്ങനെ എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഇതുപോലെ ആശ്വാസത്തിന്റെ സ്നേഹ സാന്നിധ്യമായി മലയാളക്കരയിലെ നഴ്സുമാർ ലോകമെമ്പാടും മാറിയിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു. Early morning I asked her, do you sleep at night or do you work the whole night? ചോദിച്ചു, ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലായിരുന്നോ അതോ എപ്പോഴെങ്കിലും അല്പസമയത്തേക്കെങ്കിലും ഒന്ന് മയങ്ങാൻ കഴിഞ്ഞോ? And she said, no, I do not sleep at night. I work all night. കണ്ണടക്കാതെ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റുകയായിരുന്നു. And so, while the whole world sleeps, women from Kerala, not only in Kerala but in Delhi, in the rest of the country, in the rest of the world, are comforting people, holding people's hands and making them comfortable. ഉറങ്ങിക്കിടക്കുമ്പോ ഒരു മലയാളിയായ സഹോദരി ഡൽഹിയിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ ഓരോ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ ആശ്വാസമാകുന്ന കാഴ്ചയാണ് ഞാൻ ഇന്നലെ കണ്ടത്, ഞാൻ ഓർത്തതും. For me, this is the spirit of the state of Kerala. ആണ് കേരളത്തിന്റെ ആത്മാവെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. A nurse exemplifies Kerala very well. മൂല്യങ്ങളുടെയും ഒരാവിഷ്കരണമാണ് ഒരു നഴ്സ് ഏറ്റെടുക്കുന്ന ജോലി. A nurse does not differentiate between what religion a patient has, what community a patient is from, whether a patient is rich, a patient is poor. A nurse will always treat everybody with love and affection. തന്റെ മുന്നിൽ വരുന്ന രോഗിയുടെ ജാതി ഒരു പ്രശ്നമല്ല, മതത്തിന്റെ വേർതിരിവുകളില്ല, അവരുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളില്ല. അവർക്ക് നൽകേണ്ട ആശ്വാസവും അവർക്ക് നൽകേണ്ട രോഗശുശ്രൂഷയും അത് നൽകുക എന്നുള്ളത് ഓരോ നഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തം ജീവൻ പോലെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. A nurse will not look at a patient and wonder if he is rich or poor. A nurse will do what her duty is.
ഒരു രോഗിയുടെ മുഖത്ത് നോക്കി അവരുടെ സാമ്പത്തിക ശേഷിയുള്ള ചിന്തകളല്ല ഒരു നഴ്സ് വെച്ച് പുലർത്തുന്നത്, മറിച്ച് താൻ അവരോട് ചെയ്യേണ്ട കർത്തവ്യം എന്തോ അത് വീഴ്ച കൂടാതെ വരുത്തുക എന്നുള്ളത് മാത്രമാണ്. A nurse will ask the right questions and take the correct action at the right time. ശരിയായ ചോദ്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള കർത്തവ്യങ്ങളും അവരുടെ ജോലിയുടെ മുഖമുദ്രയാണ്. And this to me very well exemplifies the women of Kerala. അതുകൊണ്ട് തന്നെ ഇത് മലയാളി വനിതയുടെ കരുത്തിന്റെ ആവിഷ്കരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. A secular fabric, a fabric that treats everybody with love and affection, an undivided fabric. ഈ മലയാളി വനിതകൾ ലോകമെമ്പാടും ഈ പറയുന്ന നാടിന്റെ ഐക്യത്തെ കോർത്തിണക്കുന്നത് പോലെ തന്റെ മുന്നിൽ വരുന്ന ഒരാൾക്ക് സ്നേഹവും കരുതലും ഒരു തരത്തിലുള്ള വിഭാഗീയ ചിന്തകളുമില്ലാതെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. And really this is the central fight in the Kerala election. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പോരാട്ടത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് ഈ സന്ദേശത്തെ കാക്കലാണ്. Are we going to empower and free the spirit of Kerala? Are we going to allow Kerala to imagine a completely new future? Or are we going to trap the people of Kerala? എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം? കേരളത്തിന്റെ ഈ മൂല്യങ്ങളെ, സ്നേഹത്തെ, കരുതലിനെ അതിനെ ശക്തിപ്പെടുത്തുന്ന ഒന്നായി മാറ്റാൻ വേണ്ടിയാണോ? കേരളത്തിന്റെ ശോഭനമായ ഭാവിയെ അതിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണോ? അതോ കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങളെ ഇനിയും തകർക്കാൻ വേണ്ടിയാണോ എന്നാണ് നാം ആലോചിക്കേണ്ടത്. There are actually only two parties fighting in Kerala. യഥാർത്ഥത്തിൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. One is the UDF alliance, അതിലൊന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. and the other is the partnership between the BJP and the LDF. മറ്റൊന്ന് BJPയും CPMഉം കൂടെ ചേർന്ന് നടത്തുന്ന അവരുടെ അവിഹിത കൂട്ടുകെട്ടാണ്. The UDF unites people, listens to people, embraces and empowers people. ഐക്യ ജനാധിപത്യ മുന്നണി പേര് പോലെ തന്നെ ഈ നാടിന്റെ ഐക്യത്തെ കാക്കുന്നു, ജനങ്ങളുടെ ആവശ്യങ്ങളെ, സ്വപ്നങ്ങളെ ചേർത്ത് പിടിക്കുന്നു, ജനങ്ങൾക്കൊപ്പം നിന്ന് നയിക്കുന്നു. The LDF and their hidden partner, the BJP, divide people, crush people's dreams. അതേസമയം LDFഉം അവർ അന്തർധാര ഉണ്ടാക്കിയിട്ടുള്ള BJPയും ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്നു, അവരുടെ സ്വപ്നങ്ങളെ തല്ലി തകർക്കുന്നു. Modi ji promises 2 crore jobs at the national level. Your chief minister promises 40 lakh jobs in Kerala. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്ത് ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം നിങ്ങളുടെ മുഖ്യമന്ത്രി 40 ലക്ഷം തൊഴിലവസരങ്ങൾ നൽകുമെന്നും ജനങ്ങൾക്ക് വാക്കുകൊടുക്കുന്നു. And after a decade you find that they have not given a single job to people. In fact, they have destroyed jobs. പതിറ്റാണ്ട് കഴിയുമ്പോ ആ തൊഴിലവസരങ്ങളല്ല ജനങ്ങൾക്ക്, യുവജനങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്, മറിച്ച് അവരുടെ മുഴുവൻ സ്വപ്നങ്ങളും തകരുന്ന തലത്തിലാണ് നാടിപ്പോ വന്നു ചേർന്നിട്ടുള്ളത്. Neither the BJP nor the LDF believe they are answerable to the people of Kerala. BJPയോ CPMോ LDFോ അവര് കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവാദിത്തം പറയാൻ ബാധ്യതയുള്ളവരാണെന്ന് തങ്ങളെ പറ്റി ചിന്തിക്കുന്നേയില്ല. They do not believe that the people of Kerala should be able to ask them questions. അവര് ഒരു കാര്യം വിലമതിക്കുന്നില്ല, കേരളത്തിലെ ജനതയ്ക്ക് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ടെന്ന് പോലും വിശ്വസിക്കാത്തവരായി അവർ മാറിയിരിക്കുന്നു. And the policies of the LDF simply cannot be differentiated from the policies of the BJP. ഇപ്പം നയപരമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ BJPയും CPMഉം തമ്മിലുള്ള വ്യത്യാസത്തെ കണ്ടുപിടിക്കൽ അത് വലിയ പ്രയാസമായി മാറിയിരിക്കുന്നു. ഒരു വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പോകുന്ന അവസ്ഥയിലേക്കാണ് രണ്ട് പാർട്ടിയും പോകുന്നത്. And I am not the only person saying this. There are real left leaders who are contesting against the left party who are saying this. ഇതെന്റെ മാത്രം വാക്കുകളല്ല, അത് തന്നെയല്ലേ ഇത് എന്ന് ഉയർത്തി ചോദ്യങ്ങൾ ഉയർത്തുന്നവരുടെ കൂട്ടത്തിൽ എക്കാലത്തും ഇടതുപക്ഷത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന പ്രമുഖരായ നേതാക്കന്മാർ പോലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. Opposition leaders who fight the BJP are attacked, cases are put on them, they are interrogated. BJPയോട് സന്ധി ചെയ്യാതെ പൊരുതുന്ന പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്ന വേട്ടയാടലുകൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്കെതിരെ കള്ള കേസുകൾ എടുത്ത് അവരെ കുടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. I have almost 40 cases against me. എന്റെ മേലിൽ പോലും 40-ലധികം കേസുകൾ, കള്ളക്കേസുകൾ ഇതുപോലെ BJPയോട് പോരാടുന്നതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. I have been interrogated 5 days in a row by the Enforcement Directorate. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ 5 ദിവസം ഇടതടവില്ലാതെ
എന്നെ ചോദ്യം ചെയ്യാനെന്ന പേരിൽ വിളിച്ചു വരുത്തിയതും നമുക്കറിയാം. And the BJP attacks me every second of every day. കടന്നു പോകുന്ന ദിവസങ്ങളിലെ ഓരോ നിമിഷവും ബിജെപിയുടെ സകല സംവിധാനങ്ങളും എന്നെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾക്കറിവുള്ള കാര്യമാണ്. I want to ask the people of Kerala, why does the BJP not attack the Chief Minister of Kerala? അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, സന്ധി ചെയ്യാതെ പൊരുതുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ ബിജെപിക്കാർ വേട്ടയാടാൻ ശ്രമിക്കുമ്പോ എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ മാത്രം അവർ വെറുതെ വിടുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. Why are the corruption cases against the Chief Minister not going anywhere? മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അഴിമതി കേസുകൾ അതൊന്നും എവിടെയും എത്താത്തതിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? This is the best proof of collusion between the BJP and the LDF. ബിജെപിയും സിപിഎമ്മും എൽഡിഎഫും തമ്മിലുണ്ടാക്കിയ എല്ലാ ധാരണകളുടെയും ഏറ്റവും തെളിഞ്ഞ ഉദാഹരണം ഇവർ തമ്മിലുള്ള ഈ ബാന്ധവം തന്നെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള അവരുടെ സമീപനം തന്നെയാണ്. Both the BJP and the LDF promised jobs to the young people of Kerala. ബിജെപിയും എൽഡിഎഫും ഇവിടുത്തെ യുവതക്ക് തൊഴിലെന്ന വാഗ്ദാനം നൽകിയവരാണ്. Today, 1 in 3 Kerala youngsters is unemployed. പക്ഷേ കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ 3-1 ചെറുപ്പക്കാരനും ഇന്ന് തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. There are backdoor appointments available under the LDF. ഈ ഗവൺമെന്റിന്റെ കീഴിൽ ആകെ നടക്കുന്ന നിയമനങ്ങൾ അത് പിൻവാതിൽ നിയമനങ്ങൾ മാത്രമാണ്. If you're close to the LDF leadership, if you know the Chief Minister, there is a red carpet waiting for you. നിങ്ങൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സിപിഎമ്മിന്റെ പാർട്ടി നേതാക്കന്മാരുമായി ബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ചുവപ്പ് പരവതാനി ആ പിൻവാതിലേക്ക് നീട്ടി വിരിച്ചിട്ടുണ്ടാകും. Merit does not matter if you know someone in the LDF. യോഗ്യതയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നിങ്ങൾ മന്ത്രി ബന്ധുക്കളോ പാർട്ടി ബന്ധുക്കളോ ആയാൽ മതി. You can be a PSC rank holder and you will not get an appointment letter. Jobs are sold by the LDF. PSCയുടെ പരീക്ഷ എഴുതി ഉന്നതമായ റാങ്ക് വാങ്ങിയാൽ പോലും നിങ്ങൾക്കൊരു തൊഴിൽ ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ തൊഴിലുകൾ പാർട്ടി ബന്ധുക്കൾ കവരുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർ കണ്ടു നിൽക്കേണ്ടി വരുന്നു. And instead of making you number 1 in employment, number 1 in technology, they have made you number 1 in drug cases in India. തൊഴിൽ നേട്ടങ്ങളുടെ പട്ടികയിൽ ഈ നാട്ടിൽ സാങ്കേതിക മികവിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിലൊക്കെ കേരളത്തെ നമ്പർ 1 ആക്കുന്നതിന് പകരം ഒന്നാമതെത്തിക്കുന്നതിന് പകരം ഈ ഗവൺമെന്റ് ചെയ്തത് മയക്കുമരുന്നിന്റെ കേസുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണ് കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് നയിച്ചു കൊണ്ടുപോയത്. There are 8.25 lakh drug users in Kerala, including 75,000 children. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പറയുന്നത് 8,25,000 പേർ ഈ കേരളത്തിന്റെ മണ്ണിൽ മയക്കുമരുന്നിന് അടിമയാണ്. അതിൽ 10,75,000-ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ആശങ്കയുളവാക്കുന്നു. This is what the LDF has to show for the last 10 years. ഇതാണോ 10 വർഷത്തെ ഭരണ നേട്ടമായി ഇടതുമുന്നണി ഉയർത്തി കാണിക്കാൻ പോകുന്നത്? In fact, they have not even left Sabrimala alone. പറയാതിരിക്കാൻ കഴിയില്ല, ശബരിമലയെ പോലും വെറുതെ വിടാത്തവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. They have stolen away kilos and kilos of sacred gold and multiple CPM leaders have been arrested. പരിഭാവനമായ ശബരിമല അയ്യന്റെ സ്വർണം കിലോ കണക്കിന് കവർന്നവർ, അതിന്റെ പേരിൽ സിപിഎമ്മിന്റെ ഉന്നതരായ പല നേതാക്കന്മാരും ഇന്ന് തടവറയിൽ കഴിയേണ്ടി വരികയാണ്. How can a government that does not respect Lord Avayappa respect the people of Kerala? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അയ്യനെ ബഹുമാനിക്കാത്തവർ, ശബരിമല ശാസ്താവിനെ ബഹുമാനിക്കാത്തവർ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ ബഹുമാനിക്കാൻ പോകുന്നത്? I spoke in the beginning about the pride of Kerala, Kerala's nurses and its healthcare sector. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കേരളത്തിന്റെ ആത്മാഭിമാനമായ നഴ്സുമാരെ സംബന്ധിച്ചും ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും പറഞ്ഞു. Hospital infrastructure is crumbling. There are medicine, equipment and staffing shortages. ആശുപത്രികൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ ഗുരുതരമാണ്. മരുന്ന് കിട്ടാനില്ല, ഉപകരണങ്ങൾ തേടി അലയേണ്ടി വരുന്നു, ജീവനക്കാരുടെ ലഭ്യതയും നിങ്ങൾക്കറിയാം വലിയ പ്രതിസന്ധിയിലാകുന്നു. LDF is destroying a healthcare system that was once a global model. ഈ നാടിന്റെ ആരോഗ്യ മേഖലയെ അതിനെ ഇടതുമുന്നണി തകർക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടു നിൽക്കേണ്ടി വരുന്നത്. The UDF has a plan for Kerala. എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ഈ കേരളത്തിന് വേണ്ടി അതിബൃഹത്തായ ഒരു പദ്ധതി മുമ്പിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. The first guarantee
is free bus tickets in the Kerala bus service. ഒന്നാമത്തെ ഗ്യാരണ്ടിയായി വാക്കായി പറയുന്നു, കേരളത്തിലെ KSRTC ബസ്സുകളിലേറുന്ന ഒരു വനിതയ്ക്കും ഒരു രൂപ പോലും ടിക്കറ്റിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വാക്ക്. All women in Kerala will be able to travel for free on Kerala state bus. കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും സഹോദരിമാർക്കും KSRTCയിലുള്ള യാത്ര അത് പരിപൂർണമായും സൗജന്യമായിരിക്കും. College going girls will receive 1,000 rupees a month as financial support. കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന നമ്മുടെ വിദ്യാർത്ഥിനികൾ അവർ ഓരോരുത്തരും അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാസം തോറും 1000 രൂപ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാൻ UDFന്റെ ഗവൺമെന്റിന് സാധിക്കും. We are going to increase welfare pension to rupees 3,000. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഈ നാട്ടിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് 3000 രൂപയായി ഐക്യജനാധിപത്യ മുന്നണി വർദ്ധിപ്പിക്കും. And we are going to inaugurate the Omen Chandy health insurance scheme with coverage of rupees 25 lakhs per family. മാത്രമല്ല, നമ്മൾ അധികാരത്തിൽ വന്നാൽ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയ്ക്ക് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി കേരളം നടപ്പിലാക്കും. Every single family in Kerala will have access to 25 lakh rupees in health insurance. കേരളത്തിലെ അർഹിക്കുന്ന ഓരോ കുടുംബവും ഈ സമ്പൂർണമായ ആരോഗ്യ പരിരക്ഷയുടെ കീഴിൽ കൊണ്ടുവരാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയും. And this healthcare scheme will once again bring glory to the Kerala healthcare system. It will transform the Kerala healthcare system. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ടവർക്ക് ഈ ചികിത്സ ഒരവകാശമായി മാറുമ്പോ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്തെ നഷ്ടപ്രതാപം അത് നമ്മൾ വീണ്ടെടുക്കും. It will strengthen the healthcare system and give employment to many people in Kerala. അത് ഈ നാടിന്റെ ആരോഗ്യരംഗത്തിന് വലിയ കുതിപ്പേകും. അത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഒരുപാട് മലയാളികൾക്ക് നൽകുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. And for young people of Kerala who want to start a business, we are going to give an interest-free loan of up to rupees 5 lakhs for them. ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കേരളയുടെ യുവതയോട് പറയുന്നു, നിങ്ങളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഞങ്ങളും കൂടെ ഉണ്ടാകും. 5 ലക്ഷം രൂപ വരെയുള്ള വായ്പ പലിശരഹിതമായി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. The LDF has destroyed thousands and thousands of businesses. We are going to build thousands and thousands and thousands of businesses back with this scheme. ഈ LDFന്റെ ദുർഭരണം കേരളത്തിലെ ചെറുകിട കച്ചവടക്കാരുൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സംരംഭങ്ങളെ തകർത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തിരികെ കൊണ്ടുവന്ന് സമൃദ്ധിയിലേക്ക് നടത്താൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയും. These 5 schemes are a commitment. We are going to fulfill this commitment. ഈ 5 സ്കീമുകളും അത് കേവലം വാക്കുകളല്ല, അത് നിങ്ങളോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയാണ്. പറഞ്ഞത് ഓരോന്നും ഞങ്ങൾ പാലിച്ചിരിക്കും. We have fulfilled our promise in Telangana and in Karnataka. ഇതുപോലെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകളെ അത് തെലങ്കാനയിലും കർണാടകയിലും വിജയകരമായി നടപ്പിലാക്കിയവരാണ് നമ്മൾ. If you go to Karnataka, you can ask the women of Karnataka and they will tell you that they travel for free in buses in Karnataka. കർണാടകയിലേക്ക് പോകേണ്ടി വന്നാൽ അവിടുത്തെ സ്ത്രീകളെ കാണാൻ അവസരമുണ്ടായാൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം, അവിടെയുള്ള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളിൽ അവർ സൗജന്യമായിട്ടാണോ യാത്ര ചെയ്യുന്നത് എന്ന്. We do not believe in making empty promises. പാഴ്വാക്കുകൾ പറയുന്നവരിൽപ്പെട്ടവരല്ല ഞങ്ങൾ എന്ന് നിങ്ങളോട് ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. Today we are launching this campaign in the lovely city of Kozhikode. കോഴിക്കോടിന്റെ മനോഹര നഗരത്തിലാണ് ഈ ക്യാമ്പയിൻ നമ്മൾ തുടക്കം കുറിക്കുന്നത്. I want to tell every single UDF worker, go to every single house, go to every single person in Kerala and build support for the UDF. UDFന്റെ കർമ്മധീരരായ ഓരോ പോരാളികളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഒരു വീട് മൊഴിയാതെ ഒരു മനുഷ്യനെയും വിടാതെ അവരിലേക്ക് ചെന്ന് ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കാനുള്ള അഭ്യർത്ഥികളുമായി UDFനെ കരുത്തുറ്റതാക്കാൻ നിങ്ങൾ തന്നെ നേരിട്ട് രംഗത്തിറങ്ങണം. I want to tell every single young person in Kerala that this election is about your future, is about your employment. കേരളത്തിലെ യുവജനതയോട് ഒന്നിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങളുടെ തൊഴിലെന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ നടക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. It is about keeping the secular fabric of Kerala intact. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ മതേതര മൂല്യങ്ങളെ ഒരൽപ്പം പോലും കേടുപറ്റാതെ കാത്തു സൂക്ഷിക്കേണ്ട പോരാട്ടമാണിത്.
I want to tell every family struggling under debt, under the drug menace, under a broken healthcare system, your answer is April 9. കടത്തിന്റെ കെണിയിലും മയക്കുമരുന്നിന്റെ പിടിയിലും ആരോഗ്യരംഗത്തിന്റെ തകർച്ചയിലും പ്രയാസം അനുഭവിക്കുന്ന മലയാളിയോട് പറയുന്നു, ഇതിനെല്ലാം ഉള്ളൊരു മറുപടി കാത്തു നിൽക്കുന്നു. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് ഏപ്രിൽ 9 എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. Defeat the corrupt LDF, expose the BJP's politics of hate, let Keralam breathe again. LDFന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കണം. BJPയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ തൂത്തെറിയണം. ഈ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന്റെയും അഴിമതി വിരുദ്ധതയുടെയും ശുദ്ധവായു ശ്വസിക്കാൻ കേരളം വീണ്ടും തയ്യാറെടുക്കുകയാണ്. Keralam will win, UDF will lead. Jai Keralam, Jai UDF, Jai Hind. കേരളം ജയിക്കും, UDF നയിക്കും. ജയ് ഹിന്ദ്.